ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് മാരുതി സുസുക്കി ആൾട്ടോ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ് 1,00,000 കിലോമീറ്റർ ആയതിന്റെ സർവീസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ 1,00,000 കിലോമീറ്ററിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് മാറണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ടൈമിങ്ങിന്റെ മാർക്ക് നമുക്ക് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ടൈമിംഗ് ബെൽറ്റ് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ടൈമിങ്ങിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമിന്റെ മാർക്ക് വരുന്നത് ഇതാണ്. ഇതിന്റെ ക്യാം പുള്ളി ക്യാമിന്റെ മാർക്ക് വരുന്നത് ഇവിടെ ഒരു കേസിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കേസിലോട്ട് മുകളിലോട്ടായിരിക്കും വരുന്നത്. അതിന്റെ മുകളിലായിട്ട് ഒരു മാർക്ക് കാണും. ഈ മാർക്കും ഈ കാണുന്ന ഒരു ഇവിടെ ഒരു ചെറിയൊരു കുത്തുമാർക്കുണ്ട്. ഈ കുത്തുമാർക്കുമായിട്ട് ഈക്വൽ ആയിരിക്കണം വരേണ്ടത്. അങ്ങനെയാണ് ഇതിന്റെ ക്യാമിന്റെ മാർക്ക് വരുന്നത്. ഇനി ക്രാങ്കിന്റെ മാർക്ക് നോക്കാൻ. ഇത് ഇഗ്നേറ്റർ ടൈപ്പ് വണ്ടിയാണ്. ഇപ്പൊ ഇഗ്നേറ്റർ ടൈപ്പ് വണ്ടിക്ക് സാധാ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് വണ്ടിയായിട്ട് ടൈമിങ് ചെറിയൊരു ക്രാങ്കിന് വ്യത്യാസമുണ്ട്. ക്യാമിന്റെ ഒക്കെ സെയിം മാർക്കിംഗ് തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ക്രാങ്കിന്റെ മാർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കീസ്ലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ക്രാങ്ക് സെൻസർ. മറ്റേതിന് നമുക്ക് ക്രാങ്ക് സെൻസറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ കീസ്ലോട്ട് മുകളിലോട്ടായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ഈ കീസ്ലോട്ട് മുകളിലോട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് നേരെ മുകളിലായിട്ട് ഒരു കുത്ത് ഈ പുള്ളിയിൽ കാണാം. ഈ പുള്ളിയുടെ കുത്തും നേരെ പോയിട്ട് ഇതുമായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഇതിന്റെ ക്രാങ്കിന്റെ മാർക്കിങ് വരുന്നത്. അപ്പോൾ നമ്മൾ 1,00,000 സർവീസ് ടൈം ബെൽറ്റ് മാറുന്ന സമയത്ത് ഇതിന്റെ വാട്ടർ പമ്പ് മാറണം, അതുപോലെ തന്നെ ഇതിനുള്ളിലെ ക്യാമിന്റെ സീല് മാറണം, അതുപോലെ തന്നെ ക്രാങ്കിന്റെ സീല് മാറണം. വേറെ എവിടെയെങ്കിലും ഓയിൽ ലീക്ക്, ഇതൊക്കെ നമുക്ക് വാൽവർ പാക്കിങ് നമുക്ക് മാറാനുള്ളതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഓയിൽ ലീക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാറണം. കാരണം എന്താ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മളിപ്പോ ടൈം ബെൽറ്റ് മാത്രം മാറി ടെൻഷനും മാത്രം മാറി വിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ 1,00,000 കിലോമീറ്റർ ഈ പഴയ വാട്ടർ പമ്പാണ്. അപ്പോൾ ഇതിന് മൂളിച്ച വരാൻ തുടങ്ങും. മൂളിച്ച വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് വാട്ടർ പമ്പ് മാറണമെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈമിങ്ങിന്റെ ഭാഗം അഴിച്ചാൽ മാത്രമേ വാട്ടർ പമ്പ് മാറാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ക്യാമിന്റെ സീലും ക്രാങ്കിന്റെ സീലും. ഇപ്പൊ ഈ ക്യാമിന്റെയും ക്രാങ്കിന്റെ സീലും നമ്മളിപ്പോൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് ഓടി കഴിയുമ്പോൾ ഓയിലേക്ക് വരാൻ തുടങ്ങും. ഓയിലേക്ക് വരുമ്പോൾ പിന്നെയും നമുക്ക് ഈ ടൈമിങ്ങും പുള്ളി എല്ലാം അഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്യാമിന്റെയും ക്രാങ്കിന്റെയും സീല് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് 1,00,000 സർവീസ് വരുമ്പോൾ ഇതിന്റെ ക്യാമിന്റെ സീല്, അതുപോലെ തന്നെ ക്രാങ്കിന്റെ സീല്, വാട്ടർ പമ്പ്, പിന്നെ എവിടെയെങ്കിലും ഓയിൽ ലീക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മാറ്റി വിടുക. അതുപോലെ തന്നെ ഈ ടൈമിങ്ങിന് ഒരു സീൽ കിറ്റ് വരുന്നുണ്ട്. ഈ പ്ലേറ്റിന് ഉള്ളിലായിട്ട് ഒട്ടിക്കുന്ന ഒരു സീൽ കിറ്റ് വരുന്നുണ്ട്. അതുകൂടി ഈ കൂട്ടത്തിൽ മാറ്റി വിടുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ പറഞ്ഞത് ഇതിന്റെ ടൈമിംഗ് ബെൽറ്റും ടെൻഷനും മാത്രം മാറിയാൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. കൂടാതെ ഇതിന്റെ വാൽവർ പാക്കിംഗ് കൂടെ മാറണമെന്നാണ്. നമ്മൾ ക്യാം സീലും ക്രാങ്ക് സീലും മാറണം എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ഇത് മാറണ്ട, അതുപോലെ തന്നെ വാട്ടർ പമ്പ് മാറണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ 1,00,000 സർവീസിന് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ 1,00,000 സർവീസ് വരുമ്പോൾ ടൈം ബെൽറ്റ് മാറണം, അതുപോലെ തന്നെ അതിന്റെ ടൈമിംഗ് ടെൻഷനർ മാറണം, അതുപോലെ തന്നെ ഇതിന്റെ ക്യാമിന്റെ സീല് മാറണം, അതുപോലെ തന്നെ ക്രാങ്കിന്റെ സീല് മാറണം, അതുപോലെ തന്നെ വാട്ടർ പമ്പും മാറണം, അതുപോലെ തന്നെ ഈ ക്യാമിന്റെ പ്ലേറ്റിന്റെ ഇടയ്ക്ക് വരുന്ന ആ ടൈമിംഗ് സീൽ കിറ്റ് കൂടെ മാറി വിടണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് വിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വാട്ടർ പമ്പിന് മുളിച്ച് വരാൻ തുടങ്ങും, അല്ലെങ്കിൽ വാട്ടർ പമ്പ് ലീക്ക് വരാൻ തുടങ്ങും. കൂളന്റ് ഒഴിച്ചാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ലീഫ് നല്ല രീതി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മാറിയ ഒരു വാട്ടർ പമ്പാണ് ഈ കാണുന്ന വാട്ടർ പമ്പ് നോക്കിയാൽ ടൈമിങ്ങിനോട് അനുബന്ധിച്ച് നമ്മൾ വാട്ടർ പമ്പോടെ മാറിയതാണ്. അപ്പോൾ വാട്ടർ പമ്പ് അഴിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതെങ്ങനെയാണ് ടൈമിങ്ങിൽ പമ്പ് ചെയ്യുന്നത്. കാരണം ഇത്രയും 1,00,000 കിലോമീറ്റർ അഥവാ ഇടയ്ക്ക് കൂളന്റ് ഒഴിക്കാൻ മറന്നുപോയി, കൂളന്റ് കറക്റ്റായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് തുരുമ്പ് പിടിക്കും. ഇത് ലീഫ് ഇത്രയും പൊങ്ങി വരേണ്ടതാണ്. ഇത് വെറുതെ കിടന്ന് ഇതിനകത്ത് കറങ്ങുകയുള്ളൂ. വാട്ടർ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓവർ ഹീറ്റിന് വേണ്ടി ചിലപ്പോൾ തെർമോസെറ്റ് എടുത്ത് കളയും, അതുപോലെ തന്നെ ഫാനിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഡയറക്റ്റ് ആക്കും. പക്ഷേ ഈ വാട്ടർ പമ്പ് മാത്രം നോക്കില്ല. അതിനാണ് ഈ 1,00,000 കിലോമീറ്ററിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം. ഇതിപ്പോ നമ്മൾ ഇന്നലെ റീസെന്റ് ആയിട്ട് മാറിയ ഒരു വാട്ടർ പമ്പാണ്, ഒന്നിന്റെ സർവീസിന് മാറിയ ഒരു വാട്ടർ പമ്പാണ്. അപ്പൊ ഈ വാട്ടർ പമ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഈ വണ്ടിയിൽ കസ്റ്റമറോട് പറഞ്ഞ സമയത്ത് കസ്റ്റമർ നമ്മൾ 2-3 വട്ടം പറഞ്ഞു ഇതുപോലെ പിന്നെ അഴിക്കേണ്ടി വരും, കുഴപ്പമില്ല, ടൈമിംഗ് ബെൽറ്റും ടെൻഷനും മാത്രം മാറിയാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ടൈമിംഗ് ബെൽറ്റും ടെൻഷനും മാത്രമേ മാറുന്നുള്ളൂ. കൂടാതെ അതിന്റെ വാൽവർ പാക്കിംഗ് കൂടെ മാറുന്നുണ്ട്. അത് കസ്റ്റമർ പുറത്തുനിന്ന് ഓയിലേക്ക് കണ്ടതുകൊണ്ട് അതിന്റെ വാൽവർ പാക്കിംഗ് കൂടെ മാറുന്നുണ്ട്. അപ്പോൾ ഇത് 1,00,000 സർവീസിന് കറക്റ്റ് ആയിട്ട് തന്നെ വാട്ടർ പമ്പ്, ക്യാം സീല്, ക്രാങ്ക് സീല്, ടൈം ബെൽറ്റ്, ടെൻഷനർ, അതിന്റെ ടൈമിംഗ് സീൽ കിറ്റ്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെയും ലേബർ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. വാട്ടർ പമ്പിന് ഇതേ ടൈമിംഗ് സൈഡ് മൊത്തം അഴിക്കണം, അതിനൊരു ലേബർ ആവും. പിന്നെയും ക്യാം സീലിലേക്ക് വരുമ്പോൾ പിന്നെയും ഒരു ലേബർ കൊടുത്തുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ പിന്നെ അടുത്ത 1,00,000 കിലോമീറ്റർ വരെ നമുക്ക് വേറെ ഈ ഭാഗത്തോട്ട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം 1,00,000 സർവീസിന് ഈ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക.
അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ അല്ല, വാഗണർ അല്ല, ഏത് വണ്ടിയായാലും ഈ ഒരു കാര്യം ആ ഒരു സൈഡ് കംപ്ലീറ്റ് തന്നെ മാറ്റി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭാരം ഉണ്ടാവത്തില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.